സമഗ്ര പുരോഗതിയുടെ പാതയിൽ ചരിത്രം രചിച്ചു മുന്നേറുകയാണ് കേരളം. വികസനത്തിന്റെ ചാലകശക്തി എന്ന നിലയിൽ വൈദ്യുതി മേഖലയുടെ സർവ്വതല സ്പർശിയായ പുരോഗതിയിൽ പ്രത്യേക ഊന്നലാണ് ഇടതുപക്ഷ സർക്കാർ നൽകി വരുന്നത്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെയും KSEBയുടെയും ലക്ഷ്യം. 2016 മുമ്പ് ഇവിടെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും നിത്യം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അതിൻ്റെ പേരിൽ വ്യവസായങ്ങൾക്ക് വന്ന നഷ്ടം വളരെ ഭീമമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിന് ശേഷം ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പവറിൻ്റെ ഇറക്കുമതിയിൽ വലിയൊരു മാറ്റമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഉൽപ്പാദന മേഖലയിലും വലിയ രീതിയിലുള്ള ഇടപെടലാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. 9 വർഷങ്ങൾക്ക് മുമ്പ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ലോഡ് ഷെഡിങ്ങും വ്യാവസായിക മേഖലയിലെ പവർക്കട്ടും നിത്യസംഭവമായിരുന്നു. സംസ്ഥാനത്തേക്കുള്ള വൈദ്യുതി ഇറക്കുമതി ശേഷി കൂട്ടുന്നതിലൂടെ മാത്രമേ ഈ ദുരിതത്തിന് അറുതി വരുത്താനാകൂ എന്ന തിരിച്ചറിവോടെ പ്രസരണ ശൃംഖലയുടെ നട്ടെല്ലായ 400 kV ലൈനുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയായിരുന്നു സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യം. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇച്ഛാശക്തിയോടെ ഇടപെട്ടുകൊണ്ടാണ് ഏറെക്കാലം മുടങ്ങിക്കിടന്നിരുന്ന ഇടമൺ കൊച്ചി 400 kV ലൈൻ പൂർത്തിയാക്കാൻ കേരളത്തിന് സാധിച്ചത്. വൈദ്യുതി ഇറക്കുമതി ശേഷി വർദ്ധിപ്പിച്ചതോടുകൂടി സംസ്ഥാനത്ത് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒഴിവാക്കാൻ കഴിഞ്ഞു. തുടർന്ന് പുകലൂർ മാടക്കത്തറ HVDC ലൈൻ കൂടി പൂർത്തിയാക്കിയതോടെ കേരളത്തിന്റെ വൈദ്യുതി ഇറക്കുമതി ശേഷിയിൽ 2550 മെഗാവാട്ടിന്റെ കുതിപ്പുണ്ടായി. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും വലിയ പുരോഗതിയാണുണ്ടായത്. 9 വർഷത്തിനുള്ളിൽ 2046.16 മെഗാവാട്ടിന്റെ സ്ഥാപിത ശേഷി വർധനമുണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 2030 ആകുമ്പോഴേക്കും ആകെ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 10,000 മെഗാവാട്ട് ആക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടന്നുവരുന്നത്. 2040ഓടെ പൂർണ്ണമായും നവ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളത്തിന്റെ വൈദ്യുതി മേഖല വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 9 വർഷം. 9 വർഷത്തിന് മുൻപ് വരെ കേരളത്തിൽ അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ എന്ന നിലയിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കണ്ടുകൊണ്ടിരുന്ന ജനതയ്ക്ക് കഴിഞ്ഞ 9 വർഷമായി പവർ കട്ട്, ലോഡ് ഷെഡിങ് എന്താണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ വലിയ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് ഊർജ്ജ വകുപ്പിന്റെ ഇച്ഛാശക്തിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വലിയ രീതിയിലുള്ള പ്രയത്നത്തിന്റെയും ഭാഗമായിട്ടാണ്. ഇത്തരത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു വൈദ്യുതി മേഖലയെ സൃഷ്ടിക്കാൻ കേരളം ചെയ്തത് ഇറക്കുമതി ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള നിലയിലായിരുന്നു. ഇടമൺ കൊച്ചി ഉൾപ്പെടെയുള്ള 400 kV ലൈൻ പൂർത്തീകരിച്ചത് അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിതരണ ശേഷി അല്ലെങ്കിൽ ഇറക്കുമതി ശേഷിയൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധ്യമായത്. വേനൽക്കാലത്ത് ചൂട് കൂടുന്നതിനൊപ്പം കുത്തനെ ഉയരുന്ന വൈദ്യുതി ആവശ്യകത കണക്കിലെടുത്ത് ഹ്രസ്വകാല വൈദ്യുതി വാങ്ങൽ കരാറുകളിലൂടെ പരമാവധി വൈദ്യുതി എത്തിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. ആഭ്യന്തര ജലവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം കാര്യക്ഷമമായി ക്രമീകരിച്ചും മറ്റ് സംസ്ഥാനങ്ങളുമായി ബാങ്കിംഗ് കരാറുകളിൽ ഏർപ്പെട്ടും ദൈനംദിന ആവശ്യങ്ങൾക്ക് അധികം വേണ്ടിവരുന്ന വൈദ്യുതി പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് താരതമ്യേന കുറഞ്ഞ നിരക്കിൽ വാങ്ങിയും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിലുള്ള അമിത വൈദ്യുതി ഉപയോഗം ക്രമീകരിക്കുന്നതിനായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ എനർജി മാനേജ്മെന്റ് സെന്റർ വഴി നടത്തിവരുന്നു. മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിന്റെ ഒരു ഭാഗം പകൽ സമയത്തിലേക്ക് മാറ്റുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പകൽ സമയത്തെ വൈദ്യുതി നിരക്കിൽ 10% ഇളവ് നൽകിയിട്ടുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവർക്കും വൈദ്യുതി അനുസ്യൂതം ലഭ്യമാക്കിക്കൊണ്ട് ഊർജ്ജ സമൃദ്ധമായ നവകേരളം സൃഷ്ടിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ഇത് മറ്റൊരു കേരള മോഡൽ.